ഇന്ന് നമ്മൾ എക്സ്ട്രാ ഡീസൻറ്റ് ED എന്ന് പറഞ്ഞ് സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ഏറ്റവും പുതിയ സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്ക് ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. സുരാജിൻ്റെ ഫസ്റ്റ് പ്രൊഡക്ഷനാണ്. അതെ അതെ. എന്തായിരുന്നു? വിലാസിനി ഫിലിംസ്. അതെ, പുള്ളിയുടെ ഫസ്റ്റ് പ്രൊഡക്ഷനാണ്. അപ്പോൾ നമുക്കതിൻ്റെ കോമഡി പടമാണെന്ന് തോന്നുന്നു. അതിൻ്റെ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. ട്രെയിലർ പോട്ടർ മാജിക് ഫ്രൈസ്. ശരിക്കും ഡോക്ടർക്കറിയോ ഈ ഗ്രേസാനണിയല്ലേ? കുടുംബത്തോടൊക്കെ സ്നേഹമുള്ള ഒരു സ്മാർട്ട് ചെറുപ്പക്കാരൻ. എന്റെ അഭിപ്രായത്തില് എക്സ്ട്രാ ഡീസന്റ്. വിലാസിനി സിനിമാസ്. സുധീർ കരമനയുടെ മോനല്ലേ? ഉള്ളിലിട്ടതറിഞ്ഞു. ഇനി ഉള്ളിലിരിപ്പ് കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി പ്ലാനിങ് പല്ലാവത്ത് വെച്ചാണ്. തുടക്കത്തിന്റെ ചില ബുദ്ധിമുട്ടുകൾക്കും സ്വന്തം മകന് വേണ്ടിയിട്ടല്ലേ. ഇവരെന്തോ ഗ്രാമത്തിൽ നിന്ന് സിറ്റിയിലോട്ട് വരുന്നൊരു സെറ്റപ്പിലാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവനെ പ്രേമല് കണ്ടിട്ട് കഴിഞ്ഞിട്ട് പിന്നിപ്പടല്ലേ കാണുന്നത്. നിനക്ക് എന്താ പറയുന്നത്? വല്ല ബോധമുണ്ടാ? ഇനിയും തട്ടും. കൊള്ളാം. അണ്ണൻ കുറച്ച് ഹൈപ്പർ. പക്ഷെ എന്ത് തേങ്ങ സംഭവിച്ചിട്ടാണെങ്കിലും ആ ചെകുത്താനെ നമ്മൾ കീഴടങ്ങരുത്. എനിക്ക് നിങ്ങളെ സ്നേഹിക്കണം. ലോകത്ത് ഒരു മകനും സ്നേഹിക്കാത്ത പോലെ. സത്യം പറയാലോ, വിനു മാത്രമല്ല നിങ്ങളുടെ കുടുംബം മുഴുവൻ എക്സ്ട്രാ ഡീസന്റ് ആണ്. അൽത്താഫിന്റെ സൗണ്ട് പോലെ തോന്നി. ഇതും ഡിസംബറിലാണ്. ഡിസംബറിൽ ഒരു ചാകര. അതെ, ഡിസംബറിൽ ഒരു ലോഡ് പടം അല്ലേ? ഒരു ലോഡ് ശവം വീഴും. ഡിസംബറിൽ പടം കാണാൻ വേണ്ടി മാത്രം നമ്മൾ ലോൺ എടുക്കേണ്ട അവസ്ഥ. അതുപോലെ പടങ്ങളുണ്ട്. എനിക്കൊന്നും ബഹളം പടങ്ങളെക്കാടെ ഇത് മാത്രമേ ഉള്ളൂ ഇച്ചിരി ഫണ്ണായിട്ടുള്ളതെന്ന് തോന്നുന്നു. അതെ, ശാന്തവും സമാധാനം. പക്ഷേ ഈ ഫണ്ട് എങ്ങനെ വർക്കാവും അനുസരിച്ച് ബാക്കി പടത്തിന്റെ കാര്യങ്ങൾ. എന്നാലും ബാക്കിയെല്ലാം മറ്റേ അടിയിടി വടിയാണ്. ഇത് മാത്രമല്ലേ ഉള്ളൂ മറ്റേ ഫണ്ണ് ഫാമിലി പടമായിട്ട് വരുന്നത് മാത്രം. ഫാമിലി പടം ബറസ്. ഇതെന്തോ ഇത് കുറച്ച് പിള്ളേര് പടത്തിന് പോകണമെന്ന് പറഞ്ഞാൽ 5 പേര് കയറും ഒരു പടത്തിന്. ഒരു കൊച്ചു പറഞ്ഞാൽ മതി. അതെ അതെ. നാളെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കാസ്റ്റ് കുറച്ച് ശ്യാമോഹൻ എനിക്ക് മറ്റേ നമ്മുടെ ഇവര് മണിച്ചിത്രത്താഴിലെ വിനയ് പ്രസാദിനെ കുറേ നാളായി. സുരാജ് രസമുണ്ട്. താടിമീശയൊക്കെ പഠിച്ചിട്ട് അല്ലേ പുള്ളി കുറച്ച് സൈക്കോ ലൈൻ ക്യാരക്ടർ. അതെ, ഗ്രേസ് ആന്റണി മറ്റേ സുരാജിനോടുള്ള സീരീസ് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാന്ന് തോന്നുന്നു സിനിമയില് നുണക്കുഴിയിലുണ്ടായിരുന്നു. ഗ്രേസ് ആന്റണി അത്യാവശ്യം ഒരു രസമാണ്. ഗ്രേസ് ആന്റണി ഒരേ ടൈപ്പ് ഓഫ് റോൾസ് ആണ് വരുന്നതെങ്കിലും ഭയങ്കര രസമായിട്ട് കുറച്ച് പടത്തിന്റെ ഇത് കണ്ടിട്ട് അതിന്റെ മൂഡ് അങ്ങനെയാണ് തോന്നുന്നു അല്ലെ. ഒരു കുറച്ച് അതായത് മറ്റേ ഇവര് ഗ്രാമത്തിൽ നിന്ന് സിറ്റിയിലോട്ട് സുരാജ് നിർബന്ധിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ ഉണ്ടാകുന്ന കുറെ അമ്മിളികൾ പരിപാടികളൊക്കെ ആയിരിക്കും. അങ്ങനത്തെ ഒരു പുള്ളിയെ മൊത്തത്തിൽ പിടികിട്ടാത്ത പോലത്തെ ഒരു ക്യാരക്ടർ. ട്രെയിലറിൽ തന്നെ പുള്ളി സൈക്കോ ആണെന്ന് കാണിക്കാനുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ സൈക്കോ എന്ന് പറയുന്നില്ലേ. ഇനി നിങ്ങൾക്ക് മനസ്സിലാവാതെ പോകണ്ട അതല്ലേ. അതെ, അല്ല പുള്ളിയുടെ ആ ഒരു രൂപം ഇങ്ങനെ ഭയങ്കര സൈലന്റ് ആയിട്ട് പെട്ടെന്ന് ചിരിക്കുന്നു. പിന്നെ ആ ഒരു സീനില്ലേ മറ്റേ കസലെടുത്തടിക്കുന്നു, അതൊക്കെ എന്തോ. അതായത് മറ്റേ ഇങ്ങനെ ഒരു അധികം പുള്ളി ദേഷ്യപ്പെടാൻ പാടില്ല. ദേഷ്യപ്പെടാതെ പുള്ളി സമാധാനത്തോടെ ആണെങ്കിൽ ഓക്കെയാണ്. ദേഷ്യം വന്ന പുള്ളി ഇവരെല്ലാരും കൂടെ അങ്ങനെ മെരുക്കി കൊണ്ടുപോകണമായിരിക്കും പുള്ളി. അങ്ങനത്തെ അപ്പോൾ ഉണ്ടാകുന്ന ഫണ്ണായിരിക്കും പടത്തിന്റെ മെയിൻ. ഈ അമീർ ഇതിനു മുമ്പ് ഏതൊരു പടം ചെയ്തിട്ടുണ്ടോ? ഞാൻ ആ പേര് നല്ല പരിചയമുള്ളതാണ്. പ്രൊഡ്യൂസ്ഡ് ബൈ ലിസ്റ്റൻ സ്റ്റീഫൻ ആൻഡ് സുരാജ് വെഞ്ഞാറമൂട്. കൊളാബാണ്. എനിക്ക് തോന്നുന്നു അത് ഇതിന്റെ ഡേറ്റ് വരെ അനൗൺസ് ചെയ്തിട്ടില്ല. ഡിസംബറിൽ ഇപ്പോൾ ഓൾറെഡി ഈ സ്ലോട്ട് എല്ലാം ബുക്ക് ചെയ്യാം അല്ലേ? എല്ലാ സ്ലോട്ടും ഇത് എന്തിന്റെ കൂടെ ഇറക്കിയാലും ഇപ്പൊ ഈ വലിയ 2 പടം വലിയ 3 പടം ഒരേ ഡേറ്റിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഉള്ള ക്ലാഷ് അറിയാമായിരിക്കുമല്ലോ. വൈഡ് റിലീസിനുള്ള തിയേറ്റർ ഇത്രയും അവൈലബിൾ ആയിരിക്കത്തില്ല ചിലപ്പോൾ. അല്ല ഇതിപ്പോൾ കൊച്ചു പടം ആയതുകൊണ്ടേ ഇവർ കുറച്ചുകൂടെ ഒരു സോളോ റിലീസ് പോലെ നിർത്തുമായിരിക്കും. ഇപ്പം ഇനിയിപ്പോൾ അടുത്ത
റിലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20-ാം തീയതി തോന്നുന്നു മെയിൻ റിലീസ് അല്ലേ? മാർക്കോ അതായത് മെയിൻ 13, പടം 20, 27, 26 ആ ഡേറ്റുകളാണ് ഉള്ളത്. എന്തായാലും എല്ലാം നോക്കട്ടെ, എല്ലാ പടവും ഓടട്ടെ. അതെ അതെ, എല്ലാ സിനിമയും നമ്മളെല്ലാ സിനിമയും കാണുന്നുണ്ട്. എല്ലാ സിനിമയുടെയും റിവ്യൂ ഞങ്ങൾ ഇടാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സിനിമകൾ നമ്മൾ കാണാൻ വേണ്ടി പോയിട്ട് സിനിമകൾ കാണാൻ പറ്റാതെ പോകുന്നുണ്ട്. കാരണം തിയേറ്ററിൽ ആളില്ലാത്തതിൻ്റെ പേരിൽ, ഷോ നടക്കാത്തതിൻ്റെ പേരിൽ പല സിനിമകളും ഇവിടെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഒരാൾക്ക് പടം കാണാനായിട്ട് 3 ടിക്കറ്റ് വരെ എടുക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പം ഞങ്ങൾ ആക്ച്വലി ഇപ്പം ട്രെയിലർ റിയാക്ഷൻ ചെയ്ത പല പടങ്ങളിലും ഞങ്ങൾ ഈ അടുത്തിറങ്ങിയ പല പടങ്ങളും കണ്ടില്ലെന്ന് വെച്ചാൽ കാണാൻ പറ്റുന്നില്ല. ഇവിടെ തിയേറ്ററിൽ ഷോ നടക്കുന്നില്ല, ആളില്ലാത്തതുകൊണ്ട്. ഇപ്പം ഞങ്ങൾ മാത്രം കാണുമെന്ന് പറഞ്ഞ് തിയേറ്ററിൽ ചെന്നാൽ നമ്മളെ കാണിക്കത്തുമില്ല. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ എനിക്കൊന്ന് ഇപ്പോൾ ഈ ഡിസംബറിൽ അത്യാവശ്യം എനിക്കൊന്ന് ആൾ കുറച്ചുകൂടെ തിയേറ്ററിലേക്ക് കയറുന്ന ടൈപ്പ് പടങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം നമുക്ക് വെക്കേഷൻ ടൈം കൂടെ ആകുമ്പോഴത്തേനും എന്തായാലും ആള് വരും. അല്ല ക്രിസ്മസ് സീസണിൽ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡേറ്റ് വരട്ടെ, നോക്കാം, അതും കാണാം.